without you. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിനീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു പൊതിച്ചോറ് റെസിപ്പിയാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ആർക്കും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പൊതിച്ചോറ് റെസിപ്പി. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പം നമുക്ക് മീനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനായി ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഞാൻ യൂസ് ചെയ്തേക്കുന്നത് കാശ്മീരി ചില്ലി പൗഡർ ആണ്, 1/2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, ആവശ്യത്തിന് ഉപ്പ്. ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ടാൽ മതി. ഞാൻ അതിന്റെ കറക്റ്റ് അളവ് പറയുന്നില്ല. ഞാനിവിടെ ഒരു ഹാഫ് നാരങ്ങ എടുത്തിട്ടുണ്ട്. ഏകദേശം 1 ടേബിൾ സ്പൂണോളം വരും ലെമൺ ജ്യൂസ്, 1 ടേബിൾ സ്പൂൺ ഓയിൽ. ഏത് ഓയിലായിരുന്നാലും സാരമില്ല. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. 1 തണ്ട് കറിവേപ്പില. കറിവേപ്പില നമുക്ക് ഇതേപോലെ മുറിച്ചിടാം, എന്നാലേ കറിവേപ്പിലയുടെ ഫ്ലേവർ ഒക്കെ നന്നായിട്ട് മസാലയിൽ ഇറങ്ങത്തുള്ളൂ. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മീൻ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ 1 ടേബിൾ സ്പൂണെങ്കിലും അതിലോട്ട് ഓയിൽ ഒഴിക്കണം. അപ്പോൾ നമുക്ക് നല്ല സ്റ്റിക്കി ആയിട്ടുള്ള മസാല ലഭിക്കും. ആ മസാല നമുക്ക് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മീനിൽ നന്നായിട്ട് പിടിച്ചിരിക്കുകയും ചെയ്യും. നമ്മൾ ഓയിലോട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് മസാല ഇങ്ങനെ വിട്ടുപോരില്ല. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇത് കണ്ടോ, ഈ ഒരു സ്റ്റിക്കി പരുവത്തിൽ വേണം നമുക്ക് കുഴച്ചെടുക്കാനായിട്ട്. അത് കഴിഞ്ഞ് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മത്തിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 4 മത്തി നന്നായിട്ട് ഉപ്പും വിനീഗറും ഒഴിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തേക്കുവാണ്. ഇതിൽ നമുക്ക് നല്ലതുപോലെ മസാല എല്ലാം തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ ഉള്ളത് കൊണ്ട് അതിന്റെ ഫ്ലേവർ ഒക്കെ നന്നായിട്ട് മസാലയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട് മസാലയുടെ. പ്രത്യേകിച്ച് കറിവേപ്പില നമ്മൾ അങ്ങനെ മുറിച്ചിട്ടത് കൊണ്ട് പ്രത്യേക ഒരു ഫ്ലേവർ ആണ് കിട്ടുന്നത്. ഇത് കണ്ടോ, നമ്മൾ മീൻ വരഞ്ഞിരിക്കുന്നതിന്റെ ഇടയിലും എല്ലാത്തിലും മസാല നന്നായിട്ട് പിടിപ്പിക്കണം. കറിവേപ്പിലയും എല്ലാം നന്നായിട്ട് തിരികെ വെച്ച് ഫുൾ ഇതുപോലെ മസാല പിടിപ്പിച്ച് വെക്കണം. ഈ മസാല പിടിപ്പിച്ച മീൻ നമുക്ക് ഒരു അരമണിക്കൂർ മസാല നന്നായിട്ട് പിടിക്കാനായിട്ട് മൂടി വെക്കാം. ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. അത് ആവശ്യമുള്ളവർക്ക് അത് ചേർക്കാം. അല്ലാണ്ട് തന്നെ നമ്മുടെ മീൻ മസാല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഫ്രൈ ചെയ്ത് വരുമ്പോൾ. അപ്പോഴേക്കും നമുക്ക് കൊണ്ടാട്ടം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലിൽ 4 കൊണ്ടാട്ടം പൊരിച്ചെടുക്കുന്നുണ്ട്. കൊണ്ടാട്ടം നമ്മുടെ പൊതിച്ചോറിന്റെ കൂടെ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് അല്ലേ. ഇതില്ലെങ്കിലും സാരമില്ല, നിങ്ങൾക്ക് അച്ചാറുണ്ടെങ്കിൽ അത് തന്നെ ധാരാളമായിരിക്കും. പിന്നെ കൊണ്ടാട്ടം ഒത്തിരി നേരം ഫ്രൈ ചെയ്യരുത്, അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും പെട്ടെന്ന് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് 2-3 മിനിറ്റ് ഫ്രൈ ആക്കിയിട്ട് അപ്പോഴേ എടുക്കണം. ഞാൻ ആ ഓയിലിൽ തന്നെ മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ. നമ്മുടെ മീൻ അരമണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്നല്ലോ, അത് ഇനി ഫ്രൈ ചെയ്തെടുക്കാം. മീൻ ഫ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്ക് തോരൻ റെഡിയാക്കാം. ഞാനിവിടെ ക്യാബേജ് ആണ് തോരത്തിനായിട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏത് വെജിറ്റബിൾ ആണോ ഉള്ളത് അത് വെച്ച് തോരനാക്കിയാൽ മതി. അതിനായി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെക്കാം. 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം കടുക് വറുത്തിട്ട് നമ്മൾ തോരത്തിന് അരിഞ്ഞു വെച്ചേക്കുന്ന ക്യാബേജും സവാളയും കൂടെ ഇട്ട് കൊടുക്കാം. ക്യാബേജ് ജസ്റ്റ് ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് തോരത്തിനുള്ള അരപ്പ് റെഡിയാക്കാം. അതിനായി ഞാനിവിടെ 1 പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഒരു 3 അല്ലി വെളുത്തുള്ളി,
1/2 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 പച്ചമുളക്. ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമ്മുടെ തോരത്തിന്റെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വഴഞ്ഞിരിക്കുന്ന ക്യാബേജിലോട്ട് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇടണം കേട്ടോ. ഇതിൻ്റെ അകത്ത് ഞാൻ ഇടയ്ക്ക് ഇട്ടായിരുന്നു, ഞാനത് കാണിച്ചില്ല. ആവശ്യത്തിന് ഉപ്പും അരപ്പും കൂടി ഇട്ട് 2-3 മിനിറ്റ് ഒന്ന് നമുക്ക് ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ക്യാബേജ് തോരനും റെഡി ആയിട്ടുണ്ട്. നമുക്കിനി മെഴുക്ക് പുരട്ടി റെഡിയാക്കാം. മെഴുക്ക് പുരട്ടി റെഡിയാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. ഇത് കണ്ടോ, ഇത്രയും ചെറിയ പീസാക്കിയാണ് ഞാൻ പൊട്ടറ്റോ അരിഞ്ഞേക്കുന്നത്, എന്നാലേ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ. ആദ്യമേ സവാള ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ സവാള വല്ലാണ്ടങ്ങ് വഴന്ന് പോകണ്ട കേട്ടോ. ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. പൊട്ടറ്റോയും സവാളയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് അതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഉപ്പ് നോക്കിയതിന് ശേഷം പിന്നെ വെന്ത് വരുമ്പോൾ നമുക്ക് ആവശ്യമെങ്കിൽ വീണ്ടും ചേർത്താൽ മതി. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വെള്ളം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളമാണ് എടുത്തേക്കുന്നത്. ഒരു തണ്ട് കറിവേപ്പില. ഇതെല്ലാം കൂടെ ഇട്ടിട്ട് 5-10 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോഴേക്കും നമുക്ക് പൊതിച്ചോറിന് വേണ്ടിയുള്ള ചമ്മന്തി റെഡിയാക്കാം. അതിനായി ഞാനിവിടെ അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് ആവശ്യത്തിന് വേണ്ട പുളി, ഒരു തണ്ട് കറിവേപ്പില, 2 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, 6 ചെറിയ ഉള്ളി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. നമ്മുടെ മെഴുക്ക് പുരട്ടി അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. ഇത് വേറൊരു പ്ലേറ്റിലിട്ട് തട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഉപ്പൊക്കെ നന്നായിട്ട് എല്ലായിടത്തും പിടിക്കും. അതിനുശേഷം നമുക്ക് മുട്ട ഓംലെറ്റ് ആക്കി എടുക്കാം. ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. അതിലോട്ട് കറിവേപ്പില, 2 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, ചെറിയ ഉള്ളി, ആവശ്യത്തിന് കുരുമുളക്, ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് ഫ്രൈ ആക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഓയിൽ ചൂടായ ശേഷം നമുക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. അതവിടെ നിന്ന് ഫ്രൈ ആവട്ടെ. വാഴയില ഞാനിവിടെ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഉണ്ടാക്കിയ വിഭവങ്ങളെല്ലാം ഓരോന്നോരോന്നായി വെച്ച് പൊതി കെട്ടിയെടുക്കാം. ചോറ് ആദ്യമേ ഞാൻ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോ ഞാൻ കാണിച്ചിട്ടില്ല. പിന്നെ ഇതിന്റെ ഫസ്റ്റ് വീഡിയോ ആണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുകയും വേണം. ഞാൻ നെക്സ്റ്റ് വീഡിയോസിലെല്ലാം ഞാനത് തിരുത്തുന്നതായിരിക്കും. എൻ്റെ ഇന്നത്തെ ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് ഞാൻ ഇടുന്ന അടുത്ത വീഡിയോസിനെല്ലാം നോട്ടിഫിക്കേഷനായി ലഭിക്കുക.
അപ്പോൾ അടുത്ത ഒരു അടിപൊളി വ്ളോഗുമായി എത്തുന്നത് വരേക്കും ബൈ.